ഹായ് കൂട്ടുകാരെ, എൻ്റെ ഇന്ന് രാവിലത്തെ വിളവെടുപ്പ് കണ്ടോ? രാവിലെ എഴുന്നേറ്റ് ഇറങ്ങുമ്പോഴത്താണ്ട കണ്ടോ പഴുത്ത ചക്ക. പക്ഷേ ഇത് വെള്ളാരം ചക്കയാണ് കേട്ടോ. പഴുത്ത ചക്ക നോക്കുമ്പോൾ കാന്താരി, വെള്ളക്കാന്താരിയും കുറച്ച് പച്ചമുളകും കിട്ടി. അങ്ങനെ ചുറ്റിക്കറങ്ങി നോക്കുമ്പോൾ കണ്ടോ നമ്മുടെ മാങ്കുസ്തി ഇന്നത്തെ രാവിലത്തേതാണ് കേട്ടോ. ഇത് പറിക്കത്തില്ല, തന്നെ ഇത് താഴെ വീഴും. അപ്പോഴേ നമ്മളിതിൻ്റെ പാകമായെന്നുള്ള അറിയത്തുള്ളൂ. അങ്ങനെ പറക്കിയെടുത്തു. കണ്ടോ, മാങ്കുസ്തി, ചക്ക, നമ്മുടെ സായിപ്പും കാന്താരി എന്നൊക്കെ പറയും, വെള്ളക്കാന്താരി, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ കണ്ടോ ഇത് ചാമ്പയ്ക്കൊക്കെ തീർന്നു. ഞാൻ പറിച്ചെല്ലാം അച്ചാറിട്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചാമ്പയ്ക്ക കിട്ടി രാവിലെ. ഇത് പുലാസാൻ കണ്ടോ, അതിൻ്റെ കൂടെ ഇരിക്കുന്നത് പുലാസാൻ. ഈ റംബുട്ടാൻ്റെ വേറൊരു ഇതാണ് കേട്ടോ. ഇത് നല്ല മധുരവുമാണ്. ഇതിനകത്തെ കുരു വരെ നമുക്ക് തിന്നാൻ പറ്റുന്നതാണ്. ഈ പറങ്ങാണ്ടിപ്പരിപ്പ് തിന്നുന്നത് പോലെ ഇതിനകത്തെ കുരു തിന്നാൻ പറ്റും. പക്ഷേ ഈ വർഷത്തിനകത്തൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നെന്നുള്ളതേ ഉള്ളൂ. കേടാണ്, ഇതിനകത്തൊന്നുമില്ല. ഇത് കാണാൻ ഭംഗിയുണ്ടെന്നേ ഉള്ളൂ. ഈ വർഷം മഴ കൊണ്ടാണോ എന്തുകൊണ്ടാണോ ചൂട് കൊണ്ടാണോ എന്നറിയില്ല. അതുപോലെ തന്നെ കണ്ടോ, എനിക്കൊരു മാവുണ്ട്. ഈ മാങ്ങ തന്നെ ഒരു 2 കിലോയ്ക്കടുത്തുണ്ട് ഈ മാങ്ങ. ഈ മാങ്ങ ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. ഒരു വർഷത്തിൽ ഒരു 5 മാങ്ങ അല്ലെങ്കിൽ ഒരു 6 മാങ്ങയേ ഉണ്ടാവത്തുള്ളൂ. ഇതിനു മുമ്പ് ഞാൻ ഒരെണ്ണം നിങ്ങളെ കാണിച്ചായിരുന്നു, ഒരു 2-2.5 കിലോ ഉള്ള ഒരു മാങ്ങ. ഇപ്പം ഇന്ന് രാവിലെ നോക്കുമ്പോഴും ഇത് ഇങ്ങനെ തന്നെ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാനൊന്ന് പറിച്ചിങ്ങെടുത്തു ഒരെണ്ണം. ഇനി അതേലും ഒരു 2 എണ്ണം കൂടെ നിൽപ്പുണ്ട്. കണ്ടോ ഈ ഒരു മാങ്ങ ഭയങ്കരമായി. ഇതെന്ത് മാങ്ങയാണെന്നോ ഇതിൻ്റെ പേരെന്താണെന്നോ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നോ ഇതുവരെ അറിയത്തില്ല. ഞാൻ അന്നൊന്ന് പറിച്ചെടുത്തത് ഞാൻ ഈ വെള്ളയ്ക്ക് അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എടുത്തില്ല. നമുക്ക് അച്ചാറൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ഇതുവരെ എടുത്തില്ല. ഇന്ന് ഞാൻ കരുതി ഇച്ചിരി ചൂടമീൻ വാങ്ങിച്ചായിരുന്നു ഞാൻ. അപ്പോൾ എന്നാൽ പിന്നെ അതിനകത്തൊന്നും ഇടാവല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയിട്ടാണ് ഈ ഒരെണ്ണം ഇങ്ങനെ പറിച്ചത്. ഇത് കണ്ടോ, വലിയ മാങ്ങയാണ്, വലിയ കണ്ടോ. ഒരു 1.5 കിലോയ്ക്ക് മേളുണ്ട്, 2 കിലോയ്ക്ക് താഴെ. അതാണ് ഇവിടുത്തെ മാങ്ങ. പിന്നെ വേറൊരു മാവേൽ ഇപ്പം ചെന്ന് നോക്കുമ്പോഴത്തേന് ഒരു 4-5 ചെറിയ മാങ്ങ ഉണ്ട്. അതും ഇതുപോലെ മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഈ കറുത്തിരിക്കുകയാണ് അതിൻ്റെ പുറമൊക്കെ. ആ മാങ്ങായും ഇതുവരെ നമ്മൾ പഴുത്ത് തിന്ന് നോക്കിയിട്ടില്ല എന്താണ് അതിൻ്റെ ഇതെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിളവെടുപ്പാണ്. കണ്ടോ, ഇത് കാന്താരി, ഇത് കണ്ടോ മാങ്കുസ്തി, ചക്ക. അപ്പോൾ ഇത്രയും സാധനം ഇന്ന് രാവിലത്തെ എൻ്റെ വിളവെടുപ്പാണ്. അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ നിങ്ങളെ കൂടെ ഒക്കെ ഒന്ന് കാണിക്കാമല്ലോ. നേരത്തെ ഞാൻ കാണിച്ചത് നമ്മുടെ സാധാരണ കാന്താരിയായിരുന്നു. അന്ന് പറിച്ചപ്പം ഞാൻ കാണിച്ചത്. ഇതിപ്പോൾ കണ്ടോ വെള്ള കാന്താരി. അപ്പം ഇതൊക്കെ അരച്ചിട്ടുണ്ടല്ലോ, ഞാൻ കുറച്ച് ചൂടമീൻ വാങ്ങിച്ച് വെട്ടി തേച്ച് കഴിയൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ അരച്ച് ചേർത്തൊരു പീരയൊക്കെ വെക്കാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത്. ചക്ക, കാന്താരി, മാങ്കുസ്തി, മാങ്ങ, പുലാസാൻ, ചാമ്പയ്ക്ക. അപ്പം ഇതിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുകയാണ്. ഇപ്പോൾ ശുഭദിനമൊന്നുമല്ല, 10-10:30 ആയെന്നുള്ളത് അറിയാം. എന്നാൽ തന്നെ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയി വരുന്നിടം വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.